നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ആരോഗ്യത്തിൻ്റെ മേഖലയിലായിരുന്നു. വാക്കിൻ്റെ പാപങ്ങൾ വെച്ചിട്ടായിരുന്നു നമ്മൾ ഏറെ പോയത്. വാക്ക് എങ്ങനെ ഒരു ജനതയുടെ തന്നെ വിശ്വാസമായി വികസിക്കുന്നു, അത് എൻ്റെ രണ്ട് മാതൃകകളാണ് പറഞ്ഞത്. നമുക്കതുവഴി തന്നെ പോകാം സ്വാമി. തീർച്ചയായും നമ്മൾ പറഞ്ഞത്, ഒരു സിനിമാ നടനോ ഒരു ക്രിക്കറ്റ് കളിക്കാരനോ ഒക്കെ അവൻ്റെതല്ലാത്ത മേഖലയാകുന്ന ഭക്ഷണം, വസ്ത്രധാരണം, ഇവയുടെയൊക്കെ ആരോഗ്യശാസ്ത്രം കരുതാതെ വെറും കച്ചവടക്കാർക്ക് വേണ്ടി, കുടിയേറ്റ സംസ്കൃതിക്ക് വേണ്ടി എഴുതുമ്പോൾ, പറയുമ്പോൾ, മാധ്യമങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്വത്തുമുണ്ട്. പറയൂ സ്വാമിജി. നമ്മുടെ സ്വത്വമാണ് ഇവൻ കവർന്നെടുക്കുന്നത് ഒരു നിമിഷം കൊണ്ട്. നമ്മുടെ സ്വസ്ഥതയ്ക്ക് ഉതകേണ്ടുന്ന വൈദ്യശാസ്ത്രത്തെ, നമ്മുടെ സ്വസ്ഥതയ്ക്ക് ഉതകേണ്ടുന്ന അറിവിൻ്റെ ലോകങ്ങളെ ഭരിക്കുന്ന അധ്യാപക വൃത്തിയെ, നമ്മുടെ ആധ്യാത്മിക ലോകങ്ങളെ ഭരിക്കുന്ന ആധ്യാത്മികമായി ജീവിച്ച ആധ്യാത്മിക ആചാര്യന്മാരെ വളരെ ആസൂത്രിതമായി ഈ കുടിയേറ്റ ഭാഷയും കുടിയേറ്റ മാധ്യമങ്ങളും, കുടിയേറ്റത്തിൻ്റെ ഭാഷയ്ക്ക് പ്രത്യേക മാധ്യമങ്ങളുണ്ട്, മനസ്സിലായി സ്വാമിജി, അവ വളരെ ആസൂത്രിതമായി പിടിച്ച് പുറത്താക്കുകയാണ് ചെയ്തത്. പകരം കൊണ്ടുവന്നത് അറിവിൻ്റെ ലോകങ്ങളാണെങ്കിൽ തെറ്റില്ല. പകരം കൊണ്ടുവന്നത് പ്രയോജനപ്രദമാണെങ്കിൽ തെറ്റില്ല. കുടിയേറ്റത്തിൻ്റെ സംസ്കാരമുള്ളവരെ തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന് കുടിയേറ്റ ബീജങ്ങളെ IUIയും ITSEയും ഒക്കെ പോലെ പരപുരുഷനിൽ നിന്ന് ബീജം സ്വീകരിക്കുമ്പോഴുള്ള വേപധു ഏറ്റുവാങ്ങിയ കുടുംബ മര്യാദകളിൽ ജനിച്ചവരെ മുൻനിർത്തി സാഹിത്യവും കലയും മാധ്യമങ്ങളും നിയന്ത്രിച്ച് മനുഷ്യനിലെ അവക്രവും അന്യൂനവുമായ ഭാഷയും വ്യാകരണവും ഭരണ നൈപുണികളും ആധ്യാത്മിക തേജസ്സും എടുത്തു കളഞ്ഞ് അതിൻ്റെ അറിവുകളൊന്നും പ്രാപിക്കാതെ ആലവാലങ്ങളെ കൊണ്ടും കൃത്രിമത്വം കൊണ്ടും ഒക്കെ വളർത്തിയെടുത്ത ഔന്നത്യങ്ങളിൽ നിർത്തി അവിടെ അറിയില്ലാത്ത വിഷയങ്ങളെ അവതരിപ്പിച്ച് വൈദ്യശാസ്ത്രത്തിന്റെ തനത് ഗ്രന്ഥങ്ങൾ വായിച്ചല്ല ഇന്ന് ജനം അറിവ് നേടുന്നത്. അതെ സ്വാമിജി. വൈദ്യശാസ്ത്രത്തിന്റെ തനത് സംഭാവനകൾ ഉൾക്കൊണ്ടല്ല ജനം ഇന്ന് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത്. അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന്റെ, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ വിരൽത്തുമ്പിനകത്താണ് ഇന്ന് ആരോഗ്യം പ്രചരിക്കപ്പെടുന്നത്. അവിടെയാണ് മതങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് സംസ്കൃതി പ്രചരിപ്പിക്കപ്പെടുന്നത്. അവിടെയാണ് ഇസങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ പ്രചരിപ്പിക്കപ്പെടുന്നത്. എവന്റ് മാനേജ്മെന്റിന്റെ കരാളഹസ്തങ്ങളിൽപ്പെട്ടാണ് ആധുനിക ജീവിതവും അറിവും രൂപാന്തരപ്പെടുന്നത്. അതിനകത്തുപോയി വീഴുമ്പോഴും തങ്ങൾ ഇരകളായി മാറുന്നുവെന്ന് വീഴുന്നവൻ പോലും അറിയാതിരിക്കുന്നു. നാളെ അവന്റെ സന്തതി പരമ്പരകൾ ഈ മണ്ണിൽ ദുഃഖിക്കേണ്ടി വരുമെന്ന് അവൻ ചിന്തിക്കാതിരിക്കുന്നു. ഇതിന് ഭീകരത വളരെ വലുതാണ്. തലമുറകൾക്കപ്പുറം പോകുന്നത് അവിടെയാണ് ഒരു ഭിഷഗ്വരൻ പറയേണ്ട കാര്യം ഒരു സിനിമാ നടൻ പറയുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ശാസ്ത്രത്തിന്റെ ആധുനികവും പൗരാണികവുമായ എല്ലാ ഉത്തമ വക്തവ്യങ്ങളെയും തമസ്കരിച്ചുകൊണ്ടാണ്
കലയെന്ന മാധ്യമത്തിലൂടെ ശാസ്ത്രത്തെ നിരാകരിച്ചുകൊണ്ട് അധമ വക്തവ്യങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാൻ പാകത്തിന് അവതരിപ്പിക്കുന്നത്. ഇത് അന്വേഷണോത്സുക പത്രപ്രവർത്തനത്തിൻ്റെയും മാധ്യമ അവകാശത്തിൻ്റെയും ബൗദ്ധിക സ്വാതന്ത്ര്യത്തിൻ്റെയും വിവര അവകാശത്തിൻ്റെയും ഒക്കെ ലോകങ്ങളിൽ തെറ്റായിപ്പെടുത്തി വാദിക്കുകയും ചെയ്യുന്നു ഉന്നതന്മാർ. അതെ സ്വാമിജി, അതെ. ഇതിന് മനോഹരങ്ങളായ പേരുകൾ ഇംഗ്ലീഷിലുണ്ട്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം. അതെ, മനസ്സിലായില്ല? മനസ്സിലായി സ്വാമിജി. മാധ്യമ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യമെല്ലാം ഓരോ കച്ചവടക്കാരനും എടുക്കുമ്പോൾ 10,000 രോഗികളായി മാറുകയാണ്. അതെ, പലപ്പോഴും ധർമ്മം എന്നുള്ളത് ഒരു വ്യാജേന അവതരിപ്പിക്കപ്പെടുന്നതായി മാറിയിരിക്കുന്നു. ഇത് വളരെ 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 ഇതാണ്. ഇവിടെയാണ് വാക്കിനെ നമ്മൾ കാണേണ്ടത്. സമീപകാലത്ത് ഇത് വളർന്നിട്ട് എവിടെയോ ഒരിടത്തിരുന്ന് ഒരു സിനിമാ നടൻ നായകനായൊരു സിനിമയിൽ പങ്കെടുക്കുന്നു. മറ്റൊരു നടനും നായകനായി പങ്കെടുക്കുന്നു. 2 സിനിമയും അടുത്തടുത്തുള്ള 2 കൊട്ടകയിൽ വരുന്നു. ഒരുത്തൻ്റെ പോസ്റ്റർ കീറാനും മറ്റവൻ്റെ അത് കൈയടിക്കാനും ഒക്കെ അവൻ്റെ ഫാൻസ് അസോസിയേഷനുകൾ തയ്യാറാകുന്നു. അതെ, അതെ, അതെ സ്വാമിജി. ആൾക്കൂട്ടത്തെ തന്നെ ഇങ്ങനെ മാറ്റിമറിക്കുന്നു. ഈ സമയത്തെല്ലാം അതിൽ പങ്കെടുക്കുന്നവൻ്റെ മാനസികാവസ്ഥ, അവൻ്റെ മനസ്സിൽ വീഴുന്ന ഹിംസാത്മകത, ഇതിന് പ്രാധാന്യം കൊടുത്ത് മനുഷ്യ മനസ്സിനെ ഹിംസാത്മകമാക്കുന്നവനാണ് ആ ഇരിക്കുന്ന മാന്യൻ എന്ന് പറയുന്നതിന് പകരം അവൻ അത്രയധികം ആളുകളുണ്ടെന്ന് പറയുന്ന പത്രപ്രവർത്തനം. ഇതാണ് കുടിയേറ്റ സംസ്കൃതിയുടെ സംഭാവന. വസ്തുതയിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ കറക്റ്റായിട്ട് ചെല്ലുകയാണെങ്കിൽ ഇത്രയായിരം പേരെ ഹിംസാത്മകമായി ഇവൻ വളർത്തിയിരിക്കുന്നു. ഈ വളർച്ച നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് നല്ലതല്ല, നമ്മുടെ സാമൂഹിക ആരോഗ്യത്തിന് പറ്റിയതല്ല. ആ മാന്യനായ മനുഷ്യനോട് പറയണം, നിങ്ങളിത് ചെയ്യിപ്പിക്കരുത്. ഇനി ചെയ്യുകയാണെങ്കിൽ, ഇനി എവിടെയെങ്കിലും ഈ ഭീകരത ഭക്തിയുടെ പേരിൽ, ഒരു സന്യാസിയോടുള്ള ഭക്തിയിൽ, ഒരു ആദരണീയനെന്ന് ലോകം കരുതുന്ന ഒരു സിദ്ധപുരുഷനോടുള്ള ഭക്തിയിൽ ഒക്കെ വരുന്ന ഏറ്റുമുട്ടലുകളോ ഹിംസകളോ വന്നാൽ ആ രംഗത്ത് പ്രവർത്തിക്കുവാൻ നാളെ നിങ്ങളെ അനുവദിക്കില്ല എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു. ആരോഗ്യത്തിന് വേണ്ടി ഭക്തനുണ്ടാകുന്ന അയാളുടെ പ്രവർത്തനം കൊണ്ടാണ്. തീർച്ചയായും ഒരു സാമൂഹിക രംഗത്തെ, ആരോഗ്യത്തെ ഇത് നശിപ്പിക്കുവാനാണ് ഒരുങ്ങുന്നത് എങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ വളർച്ച സമൂഹത്തിന് വിപരീതമാകുമ്പോൾ സമൂഹ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെ കടിഞ്ഞാണിടേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് ധരിക്കുന്നിടത്തേക്ക് സാമൂഹിക ആരോഗ്യരംഗം വളരേണ്ടിയിരിക്കുന്നു. മനസ്സിലായി സ്വാമിജി. അവിടെയാണ് നിയമനിർമ്മാണങ്ങൾ ഉത്തമമാകുന്നത്. ജനതയ്ക്ക് എങ്ങനെയുള്ള ആരോഗ്യമാണ് നൽകുന്നത്? നീതിവ്യവസ്ഥകളെ, മര്യാദകളെ ഒക്കെ ഉല്ലംഘിക്കാൻ തുടങ്ങുമ്പോൾ അത് സാമൂഹിക ആരോഗ്യത്തെയും തദ്വാര വൈയക്തിക ആരോഗ്യത്തെയും തദ്വാര വരുന്ന തലമുറയെയും അത് ബാധിക്കും. നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടിൽ നിന്ന് ഒരാളെ വിളിച്ച് ചെയ്യിപ്പിക്കാവുന്ന ഒരു പണി പോലും മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഉദാഹരണം പറയാമോ സ്വാമിജി? നിങ്ങൾക്കിന്നൊരു സാധനം വിൽക്കണമെങ്കിൽ പഴയ കാലത്തെ പോലെ നിങ്ങൾ തൊട്ടടുത്തുള്ളവന് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിൽ നിന്ന് മാറി
മാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നു. അതെ. നിങ്ങൾക്കിന്ന് നിങ്ങളുടെ കുട്ടിയെ പഠിപ്പിക്കാൻ ഒരു ട്യൂഷൻ മാസ്റ്ററെ വേണമെങ്കിൽ മാധ്യമത്തിന് പ്രത്യേക കോളത്തിൽ നിങ്ങൾ പരസ്യം കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇൻഷുറൻസ് വേണമെങ്കിൽ പത്രം വാങ്ങിക്കേണ്ടി വരുന്നു. അതെ. പിന്നെ അപ്പം നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളിൽ, നിങ്ങളുടെ നിത്യോപയോഗ വസ്തുക്കളിൽ എല്ലാം മാധ്യമം കടന്നു വന്നിട്ടാണ് മാധ്യമം നിലനിൽക്കാൻ ഒരുങ്ങുന്നത്. നിങ്ങൾക്ക് അറിവ് തന്നിട്ടല്ല. അതെ. പിന്നെ മാർക്കറ്റിങ്ങും ഉണ്ടെന്ന് തോന്നുന്നു. ശക്തമായ ഈ സാധനങ്ങൾ തന്നെ മാർക്കറ്റ് ചെയ്യുക ഉണ്ട്. പിന്നെ ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുക. അതുണ്ടല്ലോ. സമ്മാനങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സമ്മാനം തരാനുള്ളത് തന്ന് ഞങ്ങൾ സമ്മാനം നിങ്ങൾക്ക് പൊതുവായി തരുന്നു. അപ്പോൾ സ്വാമിജി, ഈ വാക്കുകളും ഈ ആരോഗ്യവും ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരം മാധ്യമങ്ങൾ ഈ വാക്കുകളുടെ ഒരു ധാർമ്മികത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധർമ്മം ലെസ് ആയതുകൊണ്ടല്ലേ ഇങ്ങനൊരു? അല്ല, ഇവർ ലെസ്സാക്കി എടുക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് ഇവര് മാധ്യമത്തിലൂടെ വാക്കിൻ്റെ ശക്തിയെ നശിപ്പിച്ചെടുത്ത് സത്യത്തെ മാറ്റിമറിച്ചെടുത്ത് അസത്യത്തെയും ജൽപ്പനങ്ങളെയും രൂപാന്തരപ്പെടുത്തിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അക്രാമികമായി കയറി നിങ്ങളെ രോഗിയാക്കി മാറ്റുകയാണ്. എന്നിട്ട് ജനത്തിന് ആവശ്യം വരുന്ന ഫുഡിൻ്റെ മേഖല മുഴുവൻ ഇന്ന് ഇവർ കൈയടക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വികലമായ ഭക്ഷണം തരാൻ പരസ്യത്തിലൂടെ ഒരുങ്ങുകയാണ്. വെളിയിലേക്ക് കയറ്റി അയച്ചൊരു വസ്തു എനിക്കൊരു മാധ്യമമുണ്ടെങ്കിൽ അത് അവിടുന്ന് തിരസ്കരിച്ചു വന്നാൽ ഒരു പരസ്യം വഴി എൻ്റെ നാട്ടിൽ അയച്ചതിനേക്കാൾ ഇരട്ടി വിലയ്ക്ക് വിൽക്കാം. ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന വസ്തുക്കളെല്ലാം ഇന്ത്യയിൽ വിൽക്കുന്നതിനേക്കാൾ വില കുറച്ചാണ്. വിദേശ നാണ്യം എന്ന് പറയുന്ന ഒരു മോഹവലയത്തിൽപ്പെട്ടിട്ട് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കയറ്റി അയക്കുന്ന ഒരു വസ്തു ഇന്ത്യക്കാരനായ ഒരുവൻ അവിടുന്ന് വാങ്ങിച്ചാൽ ഇവിടെ കൊടുക്കുന്ന വില കൊടുക്കണ്ട, ഇവിടുത്തതിനേക്കാൾ ക്വാളിറ്റിയിൽ. എല്ലാ ക്വാളിറ്റി ചെക്കും കഴിഞ്ഞിട്ട് വില കുറച്ചാണ് അവിടെ കൊടുക്കുന്നത്. അതിനേക്കാൾ വില കൂട്ടി വേണം ഈ നാട്ടുകാരൻ വാങ്ങിക്കാൻ. ഇന്ത്യയിൽ അന്യനാകുന്നത് ഇന്ത്യക്കാരനാണ്. അതിൻ്റെ അർത്ഥം കുടിയേറ്റ സംസ്കൃതി ഇന്ത്യയുടെ ടോപ്പിലെത്തിയിരിക്കുന്നു. സ്വാമിജി, അത് അത്രയും കൃത്യമായി വർക്ക് ചെയ്യുന്നത് കൊണ്ടായിരിക്കില്ലേ ഒരു പത്രം അല്ലെങ്കിൽ ഒരു മാധ്യമം ആ ഒരു രീതി അവലംബിക്കുമ്പോൾ തൊട്ടടുത്ത മാധ്യമം മത്സരബുദ്ധി ആ രീതിയിലേക്കാണ് പോകാൻ ഇഷ്ടപ്പെടുന്നത്. അതെ. ഇല്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് ഇവന് തോന്നുകയാണ്. അതെ. അവിടെയാണ് ഇത്. നിങ്ങളുടെ നിത്യോപയോഗ വസ്തുക്കൾ മുഴുവൻ, നിങ്ങൾക്ക് വേണ്ടുന്ന ചികിത്സ മുഴുവൻ, വൈദ്യശാസ്ത്രം മുഴുവൻ എല്ലാം ഏകീകൃതമായ ഒരു കുത്തകയിലേക്ക് വളർന്നു വരികയാണ്. ഇത് നാളെ നിങ്ങൾക്ക് ആരോഗ്യമില്ലാത്ത ഒരു ലോകത്തെ തന്നെ സൃഷ്ടിക്കും. ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ വളർന്നു വന്ന ഈ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, കാരണം ശരിയായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ഏറ്റവും പ്രാചീന കാലം മുതൽ കിട്ടാവുന്ന സ്റ്റാറ്റിസ്റ്റിക്സുകൾ എക്സ്ട്രാപ്പൊലേറ്റ് ചെയ്തും ഇൻ്റർപൊലേറ്റ് ചെയ്തും സ്റ്റാറ്റിസ്റ്റിക്സിൽ 2 മെത്തേഡുമുണ്ട്. അവയെ അവലംബിച്ച് കിട്ടാവുന്ന ഡേറ്റ മുഴുവൻ കൃത്യമായി കളക്ട് ചെയ്ത് ഒരു കണക്കെടുത്ത് നോക്കിയാൽ നമ്മളെ എങ്ങനെ ആരോഗ്യരംഗത്ത് വളരെ അധപ്പതിച്ചു പോകുന്നുവെന്ന് കണ്ടെത്താൻ കഴിയും. ഒരു ഭാഗത്ത് മാധ്യമങ്ങൾ ഓപ്പൺ ഹാർട്ട് സർജറി ഡോക്ടർ നടത്തിയെന്ന് പറയുമ്പോൾ എണ്ണം കൂട്ടി പറയുക. എൻ്റെ ആശുപത്രികൾ ഇത്ര ഹാർട്ട് സർജറി നടത്തിയെന്ന് അതിൻ്റെ പരസ്യത്തിലും മറ്റുള്ളിടത്തും പത്രങ്ങൾ പറയുക. അതിനെ പ്രോത്സാഹിപ്പിക്കുവാൻ ഒരുപാട് തന്ത്രങ്ങൾ പത്രങ്ങൾ ആവിഷ്കരിക്കുക. മറുഭാഗത്ത് ആരോഗ്യം വർദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുക. ഇത് രണ്ടും ഒരേ സമയത്ത് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ തങ്ങൾക്ക് ആവശ്യം വരുന്നിടത്ത് ഹാർട്ട് സർജറിയുടെ നന്മയെ ഉൾക്കൊള്ളുകയും തങ്ങളുടെ പഴമയെ വിസ്മരിക്കേണ്ടി വരുന്നിടത്ത് ജീവിതം വികലമാക്കാൻ പഴയ കാലത്തായിരുന്നു രോഗം കൂടുതലെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. വൈദ്യന്മാരെ പോലും വിശ്വസിപ്പിക്കുക. ഇതൊരു മായാജാലക്കാരനേക്കാൾ ശക്തിയിലാണ് ഇത് ചെയ്യുന്നത്. വേഗതയിൽ, കൈയടക്കത്തിന്റെ വേഗതയാണല്ലോ. അതെ സ്വാമിജി. വാക്കിനെ നമ്മൾ വളരെ 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 ശ്രദ്ധിച്ചു കൊണ്ടുപോകണം. വൈയക്തികാരോഗ്യത്തിനും സാമൂഹികാരോഗ്യത്തിനും. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് 4 പാപങ്ങളാണ്. ഒന്ന് പരസ്പരമുള്ള അസൂയ, മതങ്ങൾ തമ്മിലുള്ള അസൂയ, ജാതികൾ തമ്മിലുള്ള അസൂയ. പഴയ കാലത്തൂടെ മതങ്ങൾ ഉണ്ടായിരുന്നില്ലേ, ജാതികൾ ഉണ്ടായിരുന്നില്ലേ? ഇത്ര അസൂയുള്ളൊരു സമൂഹത്തെ നാം കണ്ടിട്ടില്ല. മതത്തിനകത്ത് തമ്മിലുള്ള അസൂയ, ജാതിക്കകത്ത് തമ്മിലുള്ള അസൂയ.
ജാതിയെയും മതത്തെയും ഒക്കെ ഇദ്ദേശ്യമായവയെ അവതരിപ്പിക്കുമ്പോഴെല്ലാം കലഹമുണ്ടാക്കാവുന്ന വിധത്തിൽ രണ്ടും മൂന്നും പേരെ സൗഹാർദ്ദത്തിലുള്ളൊരു മത്സരത്തിന് നിൽക്കുന്നവനെ പോലും രണ്ടാഴ്ചക്കുള്ളിൽ സൗഹാർദ്ദ മത്സരം വെടിഞ്ഞ് പരസ്പരം ഏറ്റുമുട്ടുന്നവരാക്കി അവതരിപ്പിക്കുക, എഴുതി പിടിപ്പിച്ച്. അതെ സ്വാമിജി. അങ്ങൊരു ജാതി സംഘടനയുടെ നേതാവായി മത്സരിക്കുന്നു, മറ്റൊരു ഗോപാലൻ മത്സരിക്കുന്നു, അല്ലെങ്കിൽ ശങ്കരൻ മത്സരിക്കുന്നു. രണ്ടുപേരെയും വന്ന് കണ്ട് ചോദിച്ച് വർത്തമാനം പറഞ്ഞ് അതിനകത്ത് ഇതുണ്ടാക്കി നിങ്ങളുടെ ഇടയിൽ ഭിന്നത വർദ്ധിപ്പിച്ച് അവിടുത്തെ ജനങ്ങളുടെ സ്വസ്ഥതയെ കെടുത്തി അനാരോഗ്യത്തിലേക്ക് നയിക്കുന്നു. അതെ സ്വാമിജി. അല്ല, ഇപ്പം അതിനോടൊപ്പം എനിക്ക് തോന്നുന്നൊരു കാര്യം സ്വാമിജി, നമ്മളൊരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നു, ഈ വിഭിന്ന സ്വഭാവമുള്ളവരെ. അപ്പോൾ നമ്മൾ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നു എന്ന് സ്വാമി പറഞ്ഞു. പറയിപ്പിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തിലേക്കാണ്. ആ ലക്ഷ്യമാണ് ഈ സംസ്കൃതിയെ നശിപ്പിക്കുന്നത്. പറയുന്നവൻ്റെ പറച്ചിലല്ല. രണ്ട് രാഷ്ട്രീയ നേതാക്കൾ ഒരേ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരെ പോയി കണ്ട് രണ്ട് സമയങ്ങളിൽ കണ്ട് അവരെ കൊണ്ട് വർത്തമാനം പറയിപ്പിച്ച് അവർ പറഞ്ഞ വാക്കിന് അവർ പറയുന്ന സമയത്തെ നിശബ്ദതയ്ക്കില്ലാത്ത അർത്ഥം നൽകി ജനങ്ങളുടെ ഇടയിൽ അത് പ്രശ്നമായി തീർന്ന് പ്രസ്ഥാനത്തിന് അവരിൽ ഒരാളെ പിൻപറ്റുകയും ഒരാളെ തള്ളുകയും ചെയ്യേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചെടുത്ത് പരസ്പരം ഭിന്നിപ്പിക്കുന്ന ഒരു തന്ത്രമാണ് കുടിയേറ്റ ഭാഷ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. പറയൂ സ്വാമിജി. ആരോഗ്യരംഗത്ത് വാക്ക്, വാക്കിൻ്റെ വിഭൂതി. വാക്ക് എങ്ങനെയാകണം അറിയണമെങ്കിൽ ക്രിസ്തുവിനെ നോക്കിയാൽ അറിയാം. പറയൂ സ്വാമിജി. ആഹന്ത കുരിശിൽ തൻ പൂവൽമൈ തറയ്ക്കപ്പെട്ട് ആകുലാത്മാവായി കിടക്കുന്നൊരീ സമയത്തും സ്നേഹശീലനാം ഭവാൻ ഈശ്വരനോട് അപേക്ഷിക്കുന്ന ഈ കടുങ്കൈ ചെയ്തോർക്ക് മാപ്പ് നൽകുവാൻ മാത്രം. അത് ആരോഗ്യമുള്ള വാക്കാണ്, അത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വാക്കാണ്. എം ബി അപ്പൻ്റെ കവിതയാ. മനസ്സിലായി സ്വാമിജി. അഹൈതുകമായാണ് എം ബി അപ്പൻ ക്രിസ്തുവിനെ കുറിച്ച് ഈ കവിത എഴുതുന്നത്. കാരണം അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കൽ പോലും ക്രിസ്തുമതത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളിൽ പോയവനല്ല. പക്ഷെ ആ ഉത്തമമായ അംശത്തെ സ്വീകരിക്കുവാനുള്ള ആ മനസ്സിൻ്റെ വിശാലത, അവരെ സോപ്പിടാൻ വേണ്ടി എഴുതിയ കവിതയല്ല. അതെ. ആഹന്ത കുരിശിൽ തൻ പൂവൽമൈ തറയ്ക്കപ്പെട്ട് ആകുലാത്മാവായി കിടക്കുന്നൊരീ സമയത്തും ശരീരത്തിൽ മുഴുവൻ ആണിയടിച്ച് കുരിശിൽ തറച്ചു നിർത്തുമ്പോഴും ആ ദുഃഖത്തിനിടയിൽ പോലും സ്നേഹശീലനാം ഭവാൻ ഈശനോട് അപേക്ഷിക്കുന്നു ഈ കടുങ്കൈ ചെയ്തോർക്കും അപ്പ് നൽകുവാൻ മാത്രം. എത്ര ആരോഗ്യം വേണം മനസ്സിന്. തീർച്ചയായും സ്വാമിജി. ഇങ്ങനെ ഒരുവൻ ക്രിസ്തു മാത്രമായിരിക്കും. അവിടെയാണ് സ്വാമിജി പറഞ്ഞ ഒരു ദർശനവും ഒരു വ്യക്തിയും. ഇത് വെച്ചിട്ട് നിങ്ങൾ ഇന്നത്തെ ഒരു ക്രിസ്ത്യാനിയെയോ ഇന്നത്തെ ഒരു അച്ഛനെയോ ഒരു കന്യാസ്ത്രീയോ പോയി കണ്ടിട്ട് പത്രത്തിൽ അവർ നടത്തുന്ന സമ്മേളനങ്ങളും ബഹളങ്ങളും അവരോരോ വിഷയത്തോടും സമീപിക്കുന്ന രീതികളും ഗവൺമെന്റിനോട് സമീപിക്കുന്ന രീതികളും ഒക്കെ കാണുമ്പോൾ ഇന്ത്യയിൽ ഈ വർഗമുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പ്രയാസമാണ് സ്വാമിജി. ഇത് തന്നെ എല്ലാ മതങ്ങളുടെയും നില. പ്രഥമമല്ല ന്യായത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതത്തെ ഉദാഹരണമായി പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ താഴെയുള്ളതിൻ്റെ കഥയൊന്നും പറയണ്ടെന്ന് പറയാൻ പറഞ്ഞതാ, അല്ല അതിൻ്റെ അകത്തു നിന്നുകൊണ്ട് പറഞ്ഞതല്ല. മനസ്സിലായി സ്വാമിജി. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഇത് വല്ലാത്തൊരു ചങ്കൂറ്റമാണ്. തീർച്ചയായും സ്വാമിജി. ഇത് വല്ലാത്തൊരു ആനന്ദമാണ്. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് അവന് മാപ്പ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ. അത് ദർശനമാണ്. അതിന് ഒരു പുസ്തകം എഴുതി വെച്ചില്ലെങ്കിൽ പോലും അത് മതിയാവും ദർശനത്തിന്. സമ്മതമോ? അങ്ങനെ ചെയ്തൊരു വ്യക്തി ഉണ്ടായിരുന്നോ ഇല്ലയോ ഇതൊന്നും നമ്മുടെ ചർച്ചയല്ല. അതിനെ ഭാവനയിൽ കാണുന്നത് പോലും സുഖമാണ്. ഇത് തന്നെയാണ് വ്യാസനും വസിഷ്ഠനും ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അത്തരം സദ്ഭാവങ്ങളെ
നമ്മൾ ഉദാഹരണങ്ങൾ കൊണ്ട് കാഗോളമാക്കരുത്. അവരുടെ സ്ഥാനങ്ങളെ, സ്ഥാനമഹിമയുള്ളവരെ ഇരുത്താൻ പറ്റിയില്ലെങ്കിൽ പോലും സ്ഥാനത്തെ നിഷേധിക്കുന്ന ഒരു തലം വന്നുകൂടാ. ഈ മര്യാദ സാഹിത്യകാരനില്ല, കലാകാരനില്ല, സംവിധായകനില്ല, സ്ക്രിപ്റ്റ് റൈറ്റർക്കില്ല, നടനില്ല. എതിരാകുമ്പോൾ മറ്റു മതങ്ങളുടെ നേതാക്കന്മാർക്കില്ല. മറ്റു മതങ്ങൾ എതിരാകുമ്പോൾ ഇതിൻ്റെ അനുയായി വൃന്ദങ്ങൾക്കുമില്ല. സഹജമായൊരു ദർശനത്തെ നയിക്കുമ്പോൾ അതിന് പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. തീർച്ചയായും. കാരണം ഇതൊക്കെ നഷ്ടപ്പെടുത്തുന്നത് എൻ്റെയും എൻ്റെ തലമുറയുടെയും എൻ്റെ സമസൃഷ്ടങ്ങളുടെയും വരാനിരിക്കുന്ന കുഞ്ഞുകുട്ടികളുടെയും ആരോഗ്യത്തെയാണെന്ന് ഓർത്തു വേണം വാക്കു തീർക്കാൻ.